ഓം ശാന്തി. ഫോക്കസിങ് എന്ന് പറഞ്ഞത് എങ്ങനെ ചെയ്യാം, അതുകൊണ്ട് നമുക്ക് എത്രമാത്രം വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ എക്സസൈസാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ചാനലിൽ കണ്ടതാണ്. ഞാൻ ചെയ്തു നോക്കി, എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നി. അതുകൊണ്ട് നിങ്ങൾക്കും ഈ കാര്യത്തെ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി, നമ്മൾ ഫോക്കസിങ്, നമ്മുടെ മനസ്സിൽ ദുഃഖമാണെങ്കിൽ ദുഃഖം, സുഖമാണെങ്കിൽ സുഖം, എങ്ങനെ നമ്മൾ കാണുന്നു എന്നത് മനസ്സിലാക്കാനുള്ള ഒരു വളരെ എഫക്റ്റീവായിരിക്കുന്ന ഒരു എക്സസൈസായിട്ട് എനിക്ക് തോന്നിപ്പോയത് കൊണ്ട് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ആ കാര്യം പറഞ്ഞു തരണം എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കാരണം പലപ്പോഴും നിങ്ങൾ അറിയാതെ സംഭവിച്ചു പോകുന്ന ചില കാര്യമുണ്ട്. അപ്പോൾ നമ്മളൊരു വണ്ടി വാങ്ങിക്കണം എന്ന് വിചാരിക്കുക. ഞാൻ വാഗണാറാണ് വാങ്ങിക്കാൻ ആഗ്രഹിച്ചതെങ്കിൽ ഞാൻ എൻ്റെ മറ്റൊരു കാറിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മുന്നിൽ കൂടെ നിരവധി വാഗണാർ കാറുകൾ പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ പറയും, ദാ അതും വാഗണാർ, ദാ എവിടെ നോക്കിയാലും വാഗണാർ, ഓ ഇപ്പോൾ റോഡിൽ എത്ര വാഗണാർ ഇറങ്ങിയത് എന്നൊക്കെ നമ്മൾ പറയും. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയോ? അതിന് മുന്നും വാഗണാർ പോയിട്ടുണ്ടാവും, വേറെ കാറുകളും പോകുന്നുണ്ടാവും. പക്ഷേ എൻ്റെ കണ്ണ് ഈ വാഗണാറിലേ പോയി ഉടക്കി നിൽക്കുള്ളൂ. കാരണം വാഗണാർ വണ്ടി വാങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കണ്ണ് സ്വാഭാവികമായിട്ടും അതിൽ പോയി കുരുങ്ങുകയും ആ കാറുകൾ നിരന്തരമായിട്ട് കാണുകയും ചെയ്യും. അത് സ്വാഭാവികമാണ്. നമ്മൾ മലയാളത്തിലൊരു ചൊല്ല് പറയാറില്ലേ, മഞ്ഞക്കണ്ണാടി ഇട്ട് നോക്കിയവനെല്ലാം മഞ്ഞയായിട്ടേ കാണൂ എന്ന് പറയാറുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ മനസ്സിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണോ അതുപോലെയാണ് എനിക്ക് എല്ലാത്തിനെയും കാണാൻ സാധിക്കുക എന്നുള്ളത്. ഇത് പലപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ ഫോക്കസിങ് നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് യാതൊരു വിധത്തിൽ ദുഃഖമോ പ്രശ്നമോ ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ വിരലിൽ എണ്ണാവുന്നവർ ഈ ലോകത്തുണ്ടാവുള്ളൂ. എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, അവനവൻ്റെതായിട്ടുള്ള ദുഃഖങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ദുഃഖങ്ങളെ എണ്ണി എണ്ണി ഓർക്കുന്നവർ അതിൽ ഫോക്കസ് ചെയ്യും. അതല്ല, സുഖത്തിന് എണ്ണി എണ്ണി ഓർക്കുകയാണെങ്കിൽ അതിലും ഫോക്കസ് ചെയ്യും. അതിനൊരു ചെറിയ എക്സസൈസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാണ്. നിങ്ങളുടെ ഇരിക്കുന്ന മുറിയിലുള്ളിൽ എന്തൊക്കെ ചുവന്ന കളറുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഒന്ന് അതിലേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയേ. ഒറ്റ പ്രാവശ്യം നന്നായിട്ട് നോക്കിക്കോളൂ. 5 സെക്കൻഡ് സമയമെടുത്ത് എന്തൊക്കെ റെഡ് കളറുള്ള സാധനങ്ങളുണ്ടെന്ന് നോക്കിയേ. 5 സെക്കൻഡിന് ശേഷം കണ്ണുകൾ അടയ്ക്കൂ. കണ്ണുകൾ അടച്ചിട്ട് ആ ചുവന്ന നിറത്തിൽ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ മുറിയിൽ കണ്ടത് എന്നൊന്ന് നിങ്ങളൊന്ന് വിശകലനം ചെയ്ത് നോക്കിയേ. ഓരോരോ സാധനത്തായിട്ട് ഓർമ്മിക്കൂ. അത് ഹാറ്റാണെങ്കിൽ അത്, ഫ്ലവർ ആണെങ്കിൽ അത്, ബെഡ്ഷീറ്റുമുള്ളതായിട്ടുള്ള ഡിസൈൻ ആണെങ്കിൽ അത്, അതല്ലെങ്കിൽ ഒരു ചുവന്ന പെന്ന് മേശപ്പുറത്തേക്കാണെങ്കിൽ അത്, ടേബിൾ ക്ലോത്ത് ആണെങ്കിൽ അത്, എന്തൊക്കെയാണെങ്കിലും എല്ലാം നിങ്ങൾ ക്ലിയറായിട്ട് കണ്ടു നോക്കൂ. ഇനി കണ്ണ് തുറക്കാൻ വരട്ടെ. കണ്ണടച്ചുകൊണ്ടിരുന്ന് തന്നെ പച്ച നിറത്തിൽ നിങ്ങളുടെ ആ റൂമിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനമുണ്ടെന്ന് കാണാൻ നോക്കിയേ. നന്നായിട്ടൊന്ന് ഓർത്ത് നോക്കുക. നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന നിങ്ങളുടെ ബെഡ്റൂം അല്ലേ, നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന നിങ്ങളുടെ സ്ഥലമാണല്ലോ. ഇനി അവിടെ എന്തൊക്കെ പച്ച നിറത്തിലുള്ള സാധനം കണ്ടിട്ടുണ്ട്? എന്തായാലും ചുവന്ന സാധനം നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പച്ചയും കണ്ടിട്ടുണ്ടാവണമല്ലോ. ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളുടെ ഫോക്കസിങ് ഫുൾ ചുവന്ന സാധനത്തിലായിരുന്നു. അതുകൊണ്ട് ചുവന്ന സാധനത്തിനെല്ലാം നമുക്ക് ഒരുപാടെണ്ണം ഓർത്തെടുക്കാൻ പറ്റും. പക്ഷേ ചുവന്ന സാധനത്തിൽ ഫോക്കസ് ചെയ്തിരിക്കെ ഒരിക്കലും പച്ച സാധനത്തിന് ഓർക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കും അത്ഭുതം തോന്നിയില്ലേ? ചെയ്ത് നോക്കിയതാണ് ഞാൻ ഇക്കാര്യം. എനിക്കും അത്ഭുതം തോന്നിപ്പോയി. ആ ചുവന്ന സാധനത്തെ ഓർക്കുന്ന കൂടെ ശേഷം ഒരു കാര്യം, ഒരു ചെടി വെച്ചിട്ടുണ്ടായിരുന്നു മൂലയ്ക്ക്. അതെന്തായാലും പച്ചനിറാണെന്ന് അറിയാമല്ലോ, ദിവസമായി കാണുന്നതാണ്. അങ്ങനെയുള്ള 1 or 2 സാധനം പച്ച നിറത്തിൽ എനിക്ക് ഓർക്കാൻ പറ്റിയിട്ടുണ്ട്. അതല്ലാതെ ഒന്നും ഞാൻ പച്ച നിറത്തിൽ ഓർക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. നിങ്ങൾക്കും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ, റെഡ് കളർ മീൻസ് ജീവിതത്തിലെ പ്രശ്നങ്ങളെ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും ആ കാര്യങ്ങളിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ അറിയാതെ നമ്മൾ ഓർക്കുന്നതും നമ്മുടെ മനസ്സിലത് റെക്കോർഡ് ചെയ്യപ്പെടുന്നതും ആ നെഗറ്റീവായിരിക്കുന്ന ഫീലിങ്സ് ആയിരിക്കും. അതേസമയം ജീവിതത്തിൽ നല്ല കാര്യങ്ങളെ എന്തിൻ്റെയും നല്ല വശം കാണാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നല്ലത് തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റും. അത് ഓട്ടോമാറ്റിക്കായിട്ട് പോസിറ്റീവ് എനർജി നമ്മളുള്ളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒന്നും ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ രാത്രി ഉറങ്ങും മുന്നേ നിങ്ങളുടെ അന്നത്തെ ജീവിതത്തിൽ കണ്ട കേട്ട കാര്യങ്ങൾ നല്ലതൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആളുകളുടെ പറയുമ്പോൾ നിങ്ങൾക്ക് അവരെക്കുറിച്ച് കുറേ പരാതി ഉണ്ടാവും. പക്ഷേ ഏതൊരു വ്യക്തിക്കും അവരുടേതായിട്ടുള്ള കുറേ ഗുണങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അവരുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട് അതിനെയൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആ ഗുണങ്ങൾ അവർ എക്സ്പ്രസ് ചെയ്യുന്നതായിട്ടുള്ള നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് അത് കഴിഞ്ഞ ശേഷം അവരുടെ അടുത്ത് താങ്ക്സ് പറഞ്ഞ്
ഉറങ്ങി നോക്കിയേ, പിറ്റേ ദിവസം രാവിലെ ഉണരുമ്പോൾ ആ ടൈപ്പ് മെമ്മറി എല്ലാം നമ്മുടെ ഓർമ്മയിൽ വന്നിട്ടുണ്ടാവും. രാവിലെ എണീറ്റ വശം തന്നെ അവർ ചെയ്തൊരു ചീത്ത കാര്യം നമുക്ക് ഓർമ്മ വരില്ല. അവരെക്കുറിച്ച് നല്ല ഫീലിങ്സ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വരാൻ തുടങ്ങും. റിലേഷൻഷിപ്പിൻ്റെ വാംത്ത് നമുക്ക് കൂട്ടാൻ സാധിക്കും. അതുകൊണ്ട് ഫോക്കസിങ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട്. ഇത് സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കിൽ നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് കഴിവതും എന്ത് നെഗറ്റീവ് സംഭവിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ നിന്ന് പോസിറ്റീവായിട്ട് എന്തെങ്കിലും എനിക്ക് കാണാൻ പറ്റുമോ എന്ന് ചകഞ്ഞു നോക്കൂ, അതിലെ പോസിറ്റീവിനെ കണ്ടെത്തൂ. എന്നാൽ തന്നെത്താൻ നമ്മുടെ ലൈഫ് ഒരു ഫുൾ പോസിറ്റീവ് വേയിലേക്ക് മാറ്റാൻ പറ്റും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ടാവുന്നതായിട്ടുള്ള വിശ്വാസത്തോടെ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ. കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.